Hello, Bharathiar University STE Second Year BA English Unit 1 Prose. Brief outline of the text. The story starts with the director who was on his way to Delhi. Since he was traveling for official reasons, he had left his family in Malacca. On 26th morning, he was woken by the shaking of the bed. He realized that an earthquake had hit the town. At that time, he got a call from his wife, but he decided to call her later. When the situation became normal, he called to his wife and got no response. At the wink of the eye, the water and the harbor had begun to rise. Along with everyone, he ran to the higher ground. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ചുരുക്കം ആണ്. അപ്പോൾ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡയറക്ടർ വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലേക്കുള്ള വഴിമധ്യേ ആയിരുന്നു. അദ്ദേഹം ഒഫീഷ്യൽ റീസൺ കാരണം ആണ് ട്രാവൽ ചെയ്യുന്നത്, ഒഫീഷ്യൽ വേണ്ടിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ മലാക്കയിൽ ആയിരുന്നു അവർ താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ ഡിസംബർ 26 മോർണിംഗ് അദ്ദേഹം എഴുന്നേറ്റത് ബെഡിന് ഒരു ഷെയ്ക്കിംഗ് ഉള്ളത് അനുഭവപ്പെട്ടിട്ടാണ്. അദ്ദേഹം മനസ്സിലാക്കി അതൊരു എർത്ത്ക്വാക്ക്, ഭൂകമ്പം ആണ് എന്ന്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് അദ്ദേഹത്തിൻ്റെ വൈഫ് കോൾ ചെയ്തു. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അദ്ദേഹം ആ കോൾ അറ്റൻഡ് ചെയ്യേണ്ട, പിന്നീട് വിളിക്കാം എന്ന് തീരുമാനിച്ചു. പിന്നെ സിറ്റുവേഷൻസൊക്കെ ഒന്ന് നോർമലായ സമയത്ത് അദ്ദേഹം വൈഫിനെ കോൾ ചെയ്തു. പക്ഷേ അവിടുന്ന് നോ റെസ്പോൺസ്. കണ്ണ് ഒന്ന് വിങ്ക് ചെയ്തപ്പോഴേക്കും, അതായത് ഒന്ന് കണ്ണൊന്ന് ഇറുക്കിയപ്പോഴേക്കും വെള്ളം തുറമുഖത്തിൽ ഉയർന്നു തുടങ്ങിയിരുന്നു. എല്ലാവരുടെയും കൂടെ അദ്ദേഹവും ഒരു ഹയർ ഗ്രൗണ്ടിലേക്ക്, ഒരു ഉയർന്ന പ്രദേശത്തിലേക്ക് ഓടി. The director became frantic when the word tsunami trickled down to the waterfront. It was known to the director that there were some survivors. In afternoon, he learned that his 13-year-old son had been found clinging to the rafters of a church, some 200 meters behind their house. Arrangements were made to bring the boy to the phone, and from his son, the director learned that the family had been in the bedroom when the earthquake started. When the wave hit, the boy was carried away as if on a wind. സുനാമി എന്നുള്ള ഒരു വേർഡ് കേട്ടപ്പോൾ ഈ ഡയറക്ടർ ഫ്രാൻറ്റിക്കായി, പരിഭ്രാന്തനായി. ഡയറക്ടർ പിന്നീട് മനസ്സിലാക്കി, അല്ലെങ്കിൽ പിന്നീട് അറിഞ്ഞു, കുറച്ച് സർവൈവേഴ്സ്, അതിജീവിച്ച കുറച്ച് പേര് ഉണ്ട് എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ 13-year-old ആയിട്ടുള്ള മകൻ, 13 വയസ്സായിട്ടുള്ള മകനെ ഒരു ചർച്ചിൻ്റെ ചങ്ങലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിവരം അറിഞ്ഞു. അത് അവരുടെ വീട്ടിൽ നിന്നും 200 മീറ്റർ പുറകിലായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മകനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അവിടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കോൾ ചെയ്തു. ആ സമയത്ത് ഈ ഡയറക്ടർ മനസ്സിലാക്കി, ഈ എർത്ത്ക്വാക്ക് വന്ന സമയത്ത് അവർ ബെഡ്റൂമിലായിരുന്നു. ഈ ഫാമിലി, അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടികളും ബെഡ്റൂമിലായിരുന്നു എന്നുള്ളത്. ഒരു തിരമാല വന്ന സമയത്ത് ഈ കുട്ടിയെ, ഈ രക്ഷപ്പെട്ടിട്ടുള്ള ഈ ആൺകുട്ടിയെ ഒരു കാറ്റിൽ എന്ന പോലെ ഈ തിരമാല വഹിച്ചുകൊണ്ട് പോവുകയായിരുന്നു. The boy said that the mother and the daughter disappeared and started crying. Now the director confessed that he was very strict in nature. He spent the day searching through the rubble. He found many possessions but no trace of his daughter or his wife. He came back to Port Blair with his son along with some of his friends in search of his wife and daughter. The director spotted a doctor sitting in a tent and inquired to him of his family. The doctor said that no news had reached him. അപ്പോൾ ആ രക്ഷപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ പറഞ്ഞു, അമ്മയും മകളും ഡിസപ്പിയർഡായി, അവർ അപ്രത്യക്ഷമായി. ആൻഡ് സ്റ്റാർട്ടഡ് ക്രൈയിങ്, ആ കുട്ടി കരയാൻ തുടങ്ങി.
ഇപ്പോൾ ആ ഡയറക്ടർ കൺഫസ് ചെയ്ത് ഏറ്റു പറഞ്ഞു ദാറ്റ് ഹി വാസ് വെരി സ്ട്രിക്റ്റ് ഇൻ നേച്ചർ. അദ്ദേഹം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അത് വേണ്ടിയിരുന്നില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം ഏറ്റു പറഞ്ഞു. അദ്ദേഹം ആ ഡേ മുഴുവൻ അവശിഷ്ടങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളെയും അന്വേഷിച്ചു, ഒരുപാട് സെർച്ച് ചെയ്തു. ഹി ഫൗണ്ട് മെനി പൊസഷൻസ്, ഒരുപാട് സ്വത്തുക്കളൊക്കെ കണ്ടെത്തി. പക്ഷേ ഈ വൈഫിനെയും കുട്ടിയുടെയും ഒരു തുമ്പ് പോലും കിട്ടിയില്ല. പിന്നീട് അദ്ദേഹം പോർട്ട് ബ്ലെയറിലേക്ക് തിരിച്ചു വന്നു വിത്ത് ഹിസ് സൺ ആൻഡ് അലോങ് വിത്ത് സം ഫ്രണ്ട്സ്. പിന്നീട് അദ്ദേഹം വീണ്ടും പോയിട്ട് അവിടെ സെർച്ച് ചെയ്യാണ്. ആ സമയത്ത് ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്ന ഒരു ടെൻറ്റിലിരിക്കുന്നത് ഈ ഡയറക്ടർ കണ്ടിട്ട് അവരുടെ അടുത്ത് ഈ ഫാമിലിയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർക്ക് ഒരു ന്യൂസും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. On his way, the director found many of his household objects lying piled on a mound. Then the director onto a rectangular platform of cement and identified that it was his house. His voice carried a note of sharp but undirected annoyance. Now he realized that he was never able to give his wife the opportunity so that she could have achieved a lot. He then pointed to a yellow paint box peeping out of the rubble. അപ്പോൾ അദ്ദേഹം പോയ സമയത്ത് ഒരുപാട് ഹൗസ് ഹോൾഡ് ഒബ്ജക്ട്സ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ ലൈങ് പൈൽഡ് ഓൺ എ മൗണ്ട്, മലയിൽ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. പിന്നീട് ഒരു റെക്റ്റാങ്കുലർ, ഒരു ചതുരത്തിലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ, ഒരു സിമെൻറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോം, അത് അദ്ദേഹത്തിൻ്റെ വീടാണ് എന്ന് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തു, അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശബ്ദം മൂർച്ചയുള്ളതും എന്നാൽ ദിശാബോധമില്ലാതെ അലോസരപ്പെടുത്തുന്ന ഒന്നുമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരുന്നില്ല. അവൾക്ക് ഒരുപാട് അച്ചീവ് ചെയ്യാനുണ്ടായിരുന്നു. അതിനൊന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തൻ്റെ വൈഫിന് താൻ കൊടുത്തിരുന്നില്ല എന്നുള്ള ഒരു ചിന്ത അത് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. പിന്നീട് അവശിഷ്ടങ്ങൾക്കിടയിലൂടെ പൊന്തി വന്നിട്ടുള്ള ഒരു യെല്ലോ പെയിൻറ്റ് ബോക്സിന് അദ്ദേഹം ചൂണ്ടി. He said that it belonged to the daughter who loved to paint and was very good at it. He added that she was even given a prize from Hyderabad. Instead of picking up the box, he just turned away and walked on thinking that the box wouldn't do any good to him. അദ്ദേഹം പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ മകളുടെ ആയിരുന്നു. ഹു ലവ്ഡ് ടു പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള അദ്ദേഹത്തിൻ്റെ മകളുടേതാണ് ആ ബോക്സ് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് ആ കുട്ടി ആ മകള് പെയിൻറ്റ് ചെയ്യാൻ വളരെയധികം ഗുഡായിരുന്നു. മാത്രമല്ല ഹൈദരാബാദിൽ നിന്ന് ഒരു പ്രൈസ് കിട്ടിയ കാര്യവും അദ്ദേഹം പറഞ്ഞു. ആ ബോക്സ് എടുക്കുന്നതിന് പകരം അദ്ദേഹം തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്തത്. ഓൺ തിങ്കിങ് ദാറ്റ് ദ ബോക്സ് വുഡിൻ ഡു എനി ഗുഡ് ടു ഹിം. ആ ഒരു ബോക്സ് അദ്ദേഹത്തിന് ഒരു നല്ലതും ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തിരിഞ്ഞ് നടന്നു, ആ ബോക്സ് എടുത്തില്ല. The truth is that nobody can know except in the extremity of that moment, and then the choice is not a choice at all, but an expression of the innermost sovereignty of the self which decides, because nothing now remains to cloud its vision. അപ്പോൾ ആ സത്യം ആർക്കും അറിയില്ല. ആ ഒരു മൊമെൻറ്റിൻ്റെ എക്സ്ട്രീമായിട്ട് എത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ആ ഒരു സത്യം എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആ ചോയ്സ് ഒരിക്കലും ഒരു ചോയ്സ് അല്ല, അത് സെൽഫിൻ്റെ പരമാധികാരത്തിൻ്റെ പ്രകടനമാണ് അത് തീരുമാനിക്കുന്നത്. കാരണം നൗ റിമൈൻസ് ടു ക്ലൗഡ് ഇറ്റ്സ് വിഷൻ, because nothing now remains to cloud its vision. അതിന് കാഴ്ചയെ മറക്കാൻ ഇപ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല. നെക്സ്റ്റ് അനാലിസിസ്. The Andaman and Nicobar Islands are one of those quadrants of the globe where political and geological fault lines run on parallel courses. Politically, the islands are union territories ruled directly from New Delhi, but geologically they stand just beyond the edge of the Indian tectonic plate. Stretching through 700 kilometers of the Bay of Bengal, they are held
aloft by a range of undersea mountains that stands guard over the abyssal deep of the Santa Trench. Of the 572 islands, only 36 are inhabited. The Andamans is the name given to the northern part of the archipelago, while the Nicobars lie to the south. And their uppermost point, the Andamans, are just a few dozen miles from Burma's Coco Islands, infamous for their prisons, while the southernmost edge of the Nicobars is only a couple of 100 kilometers from the ever-restless region of Aceh. This part of the chain is so positioned that the tsunami of December 26, 2004 hit it just minutes after the coastline of northern Sumatra. അപ്പോൾ ഇതിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിനെ കുറിച്ചുള്ള ഒരു ഭൗതികശാസ്ത്രപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സ്ഥാനവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പൊളിറ്റിക്കൽ ആൻഡ് ജിയോളജിക്കൽ ഭൂമിശാസ്ത്രപരം അതായിട്ടുള്ള ഫോൾട്ട് ലൈൻസ് റൺ ഓൺ പാരലൽ കോഴ്സസ്. അപ്പോൾ ഫോൾട്ട് ലൈൻസ് പാരലലായിട്ട് റൺ ചെയ്യുന്ന ഗ്ലോബിലെ ഒരു ക്വാഡ്രൻ്റാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. പൊളിറ്റിക്കലി ഈ ഐലൻഡ്സ് യൂണിയൻ ടെറിട്ടറീസ് ആണ്, അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. റൂൾഡ് ഡയറക്ട്ലി ഫ്രം ന്യൂഡൽഹി, അതായത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന സ്ഥലങ്ങളാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ, യൂണിയൻ ടെറിട്ടറീസ്. അതിൽ പെട്ടതാണ് ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. പക്ഷേ ജിയോളജിക്കലി ഭൂമിശാസ്ത്രപരമായിട്ട് ഇത് ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റിൻ്റെ അടുത്ത് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ടെക്ടോണിക് പ്ലേറ്റ് എന്നുള്ളത് ഭൂമിയുടെ അന്തർഭാഗത്തെ സംബന്ധിച്ചുള്ള ഒരു സിദ്ധാന്തത്തിനൊക്കെ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജിയോളജിക്കലി അങ്ങനെയാണ്. ബംഗാൾ ഉൾക്കടലിൻ്റെ 700 കിലോമീറ്റർ നീളത്തിൽ സുന്ദ ട്രെഞ്ചിൻ്റെ അഗാധമായ ആഴത്തിൽ കാവൽ നിൽക്കുന്ന കടലിനടിയിലെ പർവ്വതനിരകളാൽ അവ ഉയർന്നു നിൽക്കുന്നു. 572 ദ്വീപുകളിൽ 36 മാത്രമാണ് താമസയോഗ്യമായിട്ടുള്ളത്, ജനവാസയോഗ്യമായിട്ടുള്ളത്. 572 ദ്വീപുകളിൽ വെറും 36 മാത്രമാണ്. ആൻഡമാൻ എന്ന പേര് നൽകിയിട്ടുള്ളത് നോർത്തേൺ പാർട്ടിനാണ്, അതുപോലെ നിക്കോബാർ എന്ന പേരുള്ളത് സൗത്ത് പാർട്ടിനാണ്. ബർമയിലെ കൊക്കോ ദ്വീപുകളിൽ നിന്ന് ഏതാനും ഡസൻ മൈലുകൾ മാത്രമാണ് ആൻഡമാനിലേക്ക് ഉള്ളത്. ഈ ബർമയിലെ കൊക്കോ ഐലൻഡ്സ് ജയിലുകൾക്ക് കുപ്രസിദ്ധമാണ്. ഇൻഫേമസ് എന്ന് വെച്ചാൽ കുപ്രസിദ്ധം. അതുപോലെ നിക്കോബാറിൻ്റെ തെക്കേ അറ്റത്ത് എക്കാലവും വിശ്രമമില്ലാത്ത ഒരു പ്രദേശമായിട്ടുള്ള ഏകദേശം 100 കിലോമീറ്റർ ദൂരെയാണ്. 2004 ഡിസംബർ 26 ആ സുനാമി തെക്കൻ സുമാത്രയുടെ തീരപ്രദേശത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ശൃംഖലയുടെ സ്ഥാനം. Despite the hundreds of kilometers of water that separate the Andamans from the Indian mainland, many of the relief camps in Port Blair, the island's capital city, have the appearance of miniaturized portraits of the nation. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനെ ആൻഡമാനിൽ നിന്നും വേർതിരിക്കുന്ന 100 കണക്കിന് കിലോമീറ്റർ വെള്ളം ഉണ്ടായിട്ടും ദ്വീപുകളിലെ തലസ്ഥാന നഗരിയായിട്ടുള്ള പോർട്ട് ബ്ലെയറിലെ പല റിലീഫ് ക്യാമ്പ്സും പല ദുരിതാശ്വാസ കേന്ദ്രങ്ങളും രാജ്യത്തിൻ്റെ ചെറു ചിത്രങ്ങളുടെ രൂപമുണ്ട്. അതാണ് മിനിയേച്ചറൈസ്ഡ് പോർട്രേറ്റ്സ്, ചെറു ചിത്രങ്ങളുടെ രൂപം. ഓൺലി എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദെയർ ഇൻമേറ്റ്സ് ആർ ഇൻഡിജിനസ് ടു ദ ഐലൻഡ്സ്. The others are settlers from different parts of the mainland, ബംഗാൾ, ഒറീസ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ് ആൻഡ് ഉത്തർപ്രദേശ്. ഈ ദ്വീപിലുള്ള താമസക്കാരിൽ ചെറിയൊരു ശതമാനം മാത്രമാണ് അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആളുകൾ. ബാക്കിയെല്ലാം സെറ്റിലേഴ്സാണ്, അതായത് കുടിയേറ്റക്കാരാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്, അതായത് മെയിൻലാൻഡിലെ പല സ്ഥലങ്ങളിൽ നിന്നും കുടിയേറി താമസിക്കുന്നവരാണ് അവിടെയുള്ളത്. അതായത് ബംഗാൾ, ഒറീസ, പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ഇവിടെ നിന്നൊക്കെ കുടിയേറി താമസിക്കുന്നവരാണ് അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും. ഇഫ് ദിസ് കംസ് ആസ് എ സർപ്രൈസ്, ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് the identity of the islands and indeed
The alibi for the present form of their rule lies in an administrative conception of the primitive that dates back to the British Raj. ഇത് സർപ്രൈസ് ചെയ്യിക്കുന്നുവെങ്കിൽ, ഇത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നുവെങ്കിൽ അത് ആ ഐലൻഡ്സിൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ട് മാത്രമാണ്. പിന്നെ തീർച്ചയായും അവരുടെ ഭരണത്തിൻ്റെ ഇന്നത്തെ രൂപത്തിൻ്റെ അലീബിയും ബ്രിട്ടീഷ് രാജ് മുതലുള്ള ആദിമ എന്ന ഭരണസങ്കല്പത്തിൻ്റെ ഒരു മുതലാണ് അത്. The idea that these islands are somehow synonymous with backwardness is energetically promoted in today's Port Blair. ഈ ദ്വീപുകൾ എങ്ങനെയാണെങ്കിലും പിന്നോക്കാവസ്ഥയുടെ പര്യായമാണ് എന്നുള്ള ഒരു ആശയം പോർട്ട് ബ്ലെയറിൽ ഊർജ്ജസ്വലമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പ്രചരിക്കപ്പെടുന്നുണ്ട്. ഹോർഡിങ്സ് depicting naked primitives line the streets, and I heard of a sign that instructs onlookers to love your primitive tribe. നഗ്നരായ ആദിമ മനുഷ്യരെ ചിത്രീകരിക്കുന്ന പൂഴ്ത്തിവെപ്പ് തെരുവുകളിൽ നിരത്തുന്നു. നിങ്ങളുടെ ആദിമ ഗോത്രത്തെ സ്നേഹിക്കുക എന്ന് കാണികളോട് നിർദ്ദേശിക്കുന്ന ഒരടയാളത്തെക്കുറിച്ച് ഞാൻ കേട്ടു. In most part of the mainland, these images would long since have been defaced or torn down for the sheer offensiveness of their depictions. Not so on these islands, where are more a projection of India that a part of its body politic. As with many colonies, they represent a distended and compressed version of the mother country in its weakness and strength, its aspirations and failings. ഈ ഭൂഖണ്ഡത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ഈ ചിത്രങ്ങൾ വളരെ കാലമായിട്ട് വികൃതമാക്കപ്പെടുകയോ അല്ലെങ്കിൽ കീറിയിടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. ആ ചിത്രീകരണത്തിൻ്റെയൊക്കെ ഒരു നിഷേധാത്മകത മൂലമാണ് അങ്ങനെ ചെയ്യപ്പെട്ടിരുന്നത്. ഈ ദ്വീപുകളിൽ അങ്ങനെയല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാഗമെന്നതിലുപരി ഇന്ത്യയുടെ പ്രവചനമാണിത്. പല കോളനികളെയും പോലെ അവർ മാതൃരാജ്യത്തിൻ്റെ അതിൻ്റെ വീക്ക്നെസ്സിലും സ്ട്രെങ്ത്തിലും അതിൻ്റെ ബലഹീനതകളിലും അതുപോലെ ശക്തികളിലും ആസ്പിരേഷൻസ് ആൻഡ് ഫെയിലിങ്സ് അഭിലാഷങ്ങളിലും പരാജയങ്ങളിലും വിഘടിക്കപ്പെട്ടതും ഞെരുക്കപ്പെട്ടതുമായ ഒരു പതിപ്പിനെ പ്രതിനിധീകരിക്കുന്നു ഈയൊരു ദ്വീപ്. Over the last 2 weeks, both the fault lines that underlie the island seem suddenly to have been set in motion. It is as if the deep time of geology had collided here with the hurried history of an emergent nation. 2 ആഴ്ചകൾക്കുള്ളിൽ ദ്വീപുകൾക്ക് അടിവരയിടുന്ന ആ 2 ഫോൾട്ട് ലൈനുകളും പെട്ടെന്ന് ചലിച്ചതായി തോന്നുന്നു. ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരുപാട് സമയം ഇവിടെ ഉയർന്നു വരുന്ന ഒരു സമയമാണ്. ഇത് ചരിത്രവുമായി കൂട്ടിയിടിച്ചതുപോലെയാണ്. The mainland settlers in the camps are almost unanimous in describing themselves as having come to the islands in search of land and opportunity. ക്യാമ്പുകളിലെ മെയിൻലാൻഡ് കുടിയേറ്റക്കാർ, അതായത് നേരത്തെ പറഞ്ഞു ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, അവിടെ നിന്നൊക്കെ പലരും ഇവിടെ കുടിയേറ്റക്കാർ വന്നിട്ടുണ്ട് എന്ന്. ഈ കുടിയേറ്റക്കാർ ഭൂമിയും അവസരവും തേടിയാണ് ഈ ദ്വീപുകളിലേക്ക് വന്നത് എന്ന് പറയുന്നത് ഏകകണ്ഠമായിട്ടാണ്. യുനാനിമസ് മീൻസ് ഏകകണ്ഠം. Listening to their stories, it is easy to believe that most of them found what they were looking for. Here, in this far-flung chain of islands, tens of thousands of settlers were able to make their way out of poverty into the ranks of the country's expanding middle class. അവരുടെ കഥകൾ കേൾക്കുമ്പോൾ അവരിൽ ഭൂരിഭാഗവും അവരിൽ തിരയുന്നത് കണ്ടെത്തി എന്ന് വിശ്വസിക്കാൻ എളുപ്പമാണ്. ഈ ദ്വീപുകളിൽ വന്നിട്ട് 10,000-കണക്കിന് കുടിയേറ്റക്കാർക്ക് പോവർട്ടിയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞു. അവർ രാജ്യത്തിൻ്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന മിഡിൽ ക്ലാസ്സിലേക്ക്, മധ്യവർഗത്തിലേക്ക് അവരെത്തിപ്പെട്ടു. But on the morning of December 26, this hard-won betterment became a potent source of vulnerability. എന്നാൽ ഡിസംബർ 26-ന് ദിനമായി നേടിയ ബാറ്റർമെൻറ്റ് ദുർബലതയുടെ ശക്തമായ ഉറവിടമായി മാറി.
വൾനറബിലിറ്റി ദുർബലത. For to be middle class is to be kept afloat on a life raft of paper. Identity cards, licenses, ration cards, school certificates, checkbooks, certificates of life insurance and receipts for fixed deposits. മിഡിൽ ക്ലാസ് ആവുക എന്നുള്ളത് ഒരു ലൈഫ് റാഫ്റ്റ് പേപ്പറിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ്. ഐഡൻറ്റിറ്റി കാർഡ്സ്, ലൈസൻസസ്, റേഷൻ കാർഡ്സ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്സ്, ചെക്ക് ബുക്സ്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ റെസിപ്റ്റ്സ്, ഈ കാര്യങ്ങളിലൊക്കെ ഇതുപോലുള്ള പേപ്പറുകളിലൊക്കെ തൂങ്ങി നിൽക്കുന്ന, അതിലൊക്കെ പൊങ്ങി നിൽക്കുന്നതാണ് മിഡിൽ ക്ലാസ്സസിൻ്റെ ലൈഫ്. It was the particular nature of this disaster that it targeted not just the physical being of the victims but also the proof of the survivors' identities. ഈ ദുരന്തത്തിൻ്റെ പ്രത്യേക സ്വഭാവമാണ് വിക്ടിംസിൻ്റെ, ഇരകളുടെ ശാരീരിക അസ്തിത്വത്തെ മാത്രമല്ല അതിജീവിച്ചവരുടെ ഐഡൻറ്റിറ്റി അതും ടാർഗറ്റ് ചെയ്തിരുന്നു. An earthquake would have left remnants to rummage through. Floods and hurricanes would have allowed time for survivors to safeguard their essential documents on their person. The tsunami, in the suddenness of its onslaught, allowed for no preparations. Not only did it destroy the survivors' homes and decimate their families, it also robbed them of all the evidentiary traces of their place in the world. ഒരു എർത്തുക്വേക്ക്, ഒരു ഭൂകമ്പം അവശിഷ്ടങ്ങൾ തുളച്ചു കയറാനിടയാക്കുമായിരുന്നു. വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും അതിജീവിക്കുന്നവർക്ക് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആവശ്യരേഖകൾ സംരക്ഷിക്കാൻ ഒരു അവസരം നൽകുമായിരുന്നു. സുനാമി അതിൻ്റെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഒരു തയ്യാറെടുപ്പിനും അനുവദിച്ചില്ല. സർവൈവേഴ്സിന്, അതിജീവിച്ചവരുടെ വീടുകൾ നശിപ്പിക്കുകയും അവരുടെ കുടുംബത്തെ നശിപ്പിക്കുകയും മാത്രമല്ല, ലോകത്തിൽ അവർക്കുള്ള ഒരു സ്ഥാനത്തിൻ്റെ എല്ലാ തെളിവുകളും അത് അപഹരിച്ചു. നെക്സ്റ്റ്, റിഫ്രഷ് യുവർ മൈൻഡ്. ദ ഓഥർ ഹൈലൈറ്റ്സ് ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദ സുനാമി സ്ട്രക്ക് റെഫ്യൂജീസ് ഫ്രം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ദ റെഫ്യൂജീസ് were housed at Nirmala School Camp in Port Blair. 30-year-old Obettara's experience with tsunami and the difficulties he faced is presented. Paramjeet Kaur, a Sikh woman, narrates experiences in surviving the tsunami with her family members. The narrator gives an account of his experience to Port Blair with the director. The author went up with unendurable pain after witnessing result effect on the disaster. Next is synonymous, പര്യായപദം. Anxiously, worried and nervous. Refugee, a person who has escaped from their own country due to disaster. അപ്പോൾ ആങ്ഷ്യസ് എന്ന് പറഞ്ഞാൽ ആകാംക്ഷ, അപ്പോൾ worried and nervous. Refugee, a person who has escaped from their own country due to disaster. ഒരു ദുരന്തം കാരണം അവരുടെ സ്വന്തം കൺട്രിയിൽ നിന്നും എസ്കേപ്പ് ചെയ്തു വന്നവരാണ് റെഫ്യൂജി. അഭയാർത്ഥി. ട്രിമോസ്, എ സ്ലൈറ്റ് ഷേക്കിംഗ് മോമെൻറ്റ്. സോബിങ്, സാഡ് ആൻഡ് സിമ്പത്തറ്റിക്. അസോൾട്ടഡ്, എ വയലൻറ്റ് അറ്റാക്ക്. ഇനി ആൻറ്റോണിംസ്, വിപരീത പദം. സിനോണിംസ് പര്യായപദം, ആൻറ്റോണിംസ് വിപരീത പദം. അബ്സ്ട്രാക്റ്റ്, കോൺക്രീറ്റ്. ക്ലോസ്ഡ്, ഓപ്പൺഡ്. ടച്ച്ഡ്, അൺടച്ച്ഡ്. പാരലൽ, പെർപെൻഡിക്കുലർ. ഹാംഡ്, അൺഹാംഡ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ആക്ടിവിറ്റീസ്. ട്രൂ ഓർ ഫോൾസ്. Politically, the Andaman and Nicobar Islands of Union Territories ruled directly from New Delhi. True or false? It's true. Next, Andaman is the name given to the southern part. അത് false ആണ്. southern part നിക്കോബാർ ആണ്. നെക്സ്റ്റ്, ഐലൻഡ് ക്യാപിറ്റൽ സിറ്റി പോർട്ട് ബ്ലെയർ ഹാഡ് നോ റിലീഫ് ക്യാമ്പ്സ്. അത് ഫോൾസ് ആണ്. നമുക്ക് അറിയാം, നേരത്തെ തന്നിട്ടുള്ള ആ ടെക്സ്റ്റിലുണ്ടായിരുന്നു പോർട്ട് ബ്ലെയറിൽ ഒരുപാട് റിലീഫ് ക്യാമ്പ്സ്, ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഫോൾസ് ആണ്. നെക്സ്റ്റ്, ദ സുനാമി ഓൺ ഇറ്റ്സ് ഓൺസ്ലോട്ട് അലൗഡ് ഫോർ നോ പ്രിപ്പറേഷൻസ്.
അത് ട്രൂ ആണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ദ നിർമ്മല സ്കൂൾ ക്യാമ്പ് ഇൻ പോർട്ട് ബ്ലെയർ ഹൗസഡ് ദ റെഫ്യൂജീസ്. അത് ട്രൂ ആണ്. ഈ റിഫ്രഷ് യുവർ മൈൻഡ് എന്നുള്ള ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അത്. നെക്സ്റ്റ്, ഫാദർ ജോൺസൺ ഡിഡ് നോട്ട് റെസ്പോണ്ട് ടു ദ റെഫ്യൂജീസ് ഹു ഹാഡ് ബീൻ വെയിറ്റിംഗ് ആങ്ഷ്യസ്ലി ഇൻ ദ ക്യാമ്പ്. ഈ ഒരു കാര്യം ഇതിലില്ല, അതുകൊണ്ട് നമുക്കറിയില്ല. സോ നെക്സ്റ്റ്, റെഫ്യൂജീസ് ഹാഡ് ഇനഫ് ഫുഡ് ആൻഡ് ഓൾ ദ ക്ലോത്ത്സ് ദേ നീഡഡ്. അത് നമുക്കറിയില്ല. നെക്സ്റ്റ്, ദ സ്കൂൾ ഹൗസഡ് 600 റെഫ്യൂജീസ്. അറിയില്ല. ദ ഇൻമേറ്റ്സ് ഡിമാൻഡ്സ് വാസ് ടു ബി പ്രൊവൈഡഡ് വിത്ത് ഹൗസസ്. അതും നമുക്ക് തന്നിട്ടുള്ള പാർട്ടിയിലില്ല. ഈ നെക്സ്റ്റ്, വേർഡ് പ്ലേ. കോൾ, ഡാഗേഴ്സ്, ഈ 2 വേർഡ്സും വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കുക. നെക്സ്റ്റ്, എസ്സേ ക്വസ്റ്റ്യൻസ്. സ്കെച്ച് ദ ക്യാരക്ടർ ഓഫ് ദ ഡയറക്ടർ ആസ് പോർട്രേറ്റഡ് ഇൻ ദ ടൗൺ ബൈ ദ സീ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ, ദ ടൗൺ ബൈ ദ സീ എന്നുള്ള സ്റ്റോറിയിൽ അതിലുള്ള ഡയറക്ടറുടെ സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാനും. നെക്സ്റ്റ്, ദ റിയലൈസേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ദ ഓതർ എലൂസിഡേറ്റ്. ഓതറിൻ്റെ റിയലൈസേഷൻ, ഓതർ റിയലൈസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമാക്കാനും. നെക്സ്റ്റ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. ഡിസ്കസ് ദ എഫക്റ്റ് ഓഫ് സുനാമി ഓൺ ദ ക്രിസ്മസ് ഈവ്. ക്രിസ്മസ് ഈവനിങ്ങിൽ ഉണ്ടായിട്ടുള്ള സുനാമിയുടെ എഫക്റ്റ് എന്താണെന്നുള്ളത് ചർച്ച ചെയ്യുക. റോൾ ഓഫ് ദ സൺ ആസ് പിക്ചേർഡ് ഇൻ ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ സണ്ണിൻ്റെ റോൾ, സൺ മകൻ്റെ റോള് എന്താണെന്നുള്ളത് പറയാൻ. സ്റ്റേറ്റ് യുവർ വ്യൂസ് ഓൺ ദ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി. ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സിലുള്ള നിങ്ങളുടെ വ്യൂസ് എന്താണ്, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് പറയാൻ. അപ്പോൾ ഈ ഒരു ലെസണും കഴിഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 പ്രോസിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. ദ ടൗൺ ബൈ ദ സീ ബൈ അമിതാവ് ഘോഷ് ആയിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്, എല്ലാ പ്രോസസ്സും മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. താങ്ക് യു.